Hello, my dear students. Welcome back to Premier School Training Program for Class 8 students. This is the first class of Smart English Training Program conducted by Corporate Educational Agency managed by Diocese of PALAI. And I, Joby Matthew Thekedil, welcome you all to the new era of Smart English Training Program. I hope that you're all well and you're all back at school, seeing your friends after a long time. And now this year also, we are conducting our training program on online basis because of the pandemic situation that is persisting here in Kerala. Last year's training program was a big success because of your support, valuable suggestions, and active participation in our training program. You have participated actively in the English, Maths, and Yoga training, and you have developed your personality through our personality development training programs. And we hope that this year also we are planning to give you much more through Premier Training. And we hope that you will become a premium class of students in the Diocese of PALAI's educational scenario. Welcome all, and let us start this year's Premier School Training Program. I hope that you all remember all those things I have taught you last year. Let's begin. This year, we are going to discuss about, first thing is about sentence. What is a sentence? You can watch this in the screen. Dear students, this year we are starting by studying about sentence. നമ്മൾ ഈ വർഷം സെൻറ്റൻസുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൂടെയാണ് കൂടുതൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ കൂടി ഞാൻ ഈ വർഷം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, അതോടൊപ്പം തന്നെ ഒരു നോട്ട്ബുക്ക്, ഒരു പേനയുമായി ഇരുന്ന് മാത്രമേ ക്ലാസ് കാണാവുള്ളൂ. എങ്കിൽ മാത്രമേ ആ നോട്ട് എഴുതിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് എ സെൻറ്റൻസ്? എന്താണ് ഒരു സെൻറ്റൻസ്? It is a group of words that has a subject and a verb of its own and that gives complete sense. In a sentence, the subject and the verb need each other in order to make sense. അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. വാക്കുകളുടെ ഒരു കൂട്ടമാണ് സെൻറ്റൻസ്. സബ്ജക്റ്റ് ദാറ്റ് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് വെർബ് ഓഫ് ഇറ്റ്സ് ഓൺ. അതിനൊരു സബ്ജക്റ്റും ഉണ്ടാകും, ഒരു വെർബും ഉണ്ടാകും. ആൻഡ് ദാറ്റ് ഗീവ്സ് കംപ്ലീറ്റ് സെൻസ്. അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു പൂർണ്ണമായ അർത്ഥം കിട്ടുകയും ചെയ്യും. അതിനെയാണ് നാം സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ്. സെൻറ്റൻസസ് ആർ ഓഫ് 5 കൈൻഡ്സ്. സെൻറ്റൻസുകൾ 5 ആയിട്ടാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ വിവിധ തരങ്ങളനുസരിച്ച് സെൻറ്റൻസിനെ 5 ആയി തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് അസർട്ടീവ് സെൻറ്റൻസ്. A sentence by which a statement is made is known as an assertive sentence. One example I have given you there. Tom looks smart today. It's a statement. ഒരു പ്രസ്താവനയാണ്. അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, സ്റ്റേറ്റ്മെൻറ്റ് 3 പേരുകളിലാണ് ആദ്യത്തെ സെൻറ്റൻസ് ടൈപ്പ് അറിയപ്പെടുന്നത്. അസർട്ടീവ് സെൻറ്റൻസ്. എ സെൻറ്റൻസ് ബൈ വിച്ച് എ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് മെയ്ഡ് ഈസ് നോൺ ആസ് അസർട്ടീവ് സെൻറ്റൻസ്. അതായത് ഒരു പ്രസ്താവന നടത്തുകയാണ്. അതിനെയാണ് നാം അസർട്ടീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. അസർട്ടീവ് സെൻറ്റൻസസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2. അപ്പോൾ അസർട്ടീവ് സെൻറ്റൻസുകൾ എടുത്താൽ തന്നെ അതിനെ 2 ആയി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് അഫർമേറ്റീവ് സെൻറ്റൻസ്. ഒന്നാമത്തെ പാർട്ട് അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കും. എ സെൻറ്റൻസ് wherein a positive fact is stated is known as an affirmative sentence.
അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ടൈപ്പുകളെയാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസിനെയാണ് അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദർ ഇസ് എൻ എക്സാമ്പിൾ. ദ വേൾഡ് ഈസ് ബിക്കമിങ് എ ഗ്ലോബൽ വില്ലേജ്. ബി, നെഗറ്റീവ് സെൻറ്റൻസ്. A sentence wherein a fact is denied or negated is known as negative sentence. My sister does not like ice cream. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള അർത്ഥം സൂചിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു വാക്ക് ഉള്ള സെൻറ്റൻസിനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സാധാരണയായി അത് നോട്ട് ചേർത്താണ് വരുന്നത്. അല്ലാത്ത സെമി നെഗറ്റീവ് വേർഡ്സും നെഗറ്റീവ് സെൻറ്റൻസുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈഡിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്, ഒന്ന് സെൻറ്റൻസ് എന്താണെന്നും ആ സെൻറ്റൻസ് എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു. sentences are of 5 kinds, and first one we have studied assertive or declarative or statement, and assertive or declarative statement is divided into 2. Affirmative or positive sentence. Second one is negative sentence. Second type of sentence is interrogative sentence. ചോദ്യം ചോദിക്കാൻ വേണ്ടി നാം പലതരത്തിലുള്ള ചോദ്യരൂപങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രീമിയർ സ്കൂൾ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ പഠിച്ചതാണ്. ഇന്ന് ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് എന്താണെന്നുള്ള ചെറിയ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Interrogative sentence. A sentence by which a question is asked is known as interrogative sentence. One example I have given you there. Could you tell me your name, please? These kind of questions we will ask to inquire about something. If you see, maybe you have, after completing your 7th standard in a particular school, you may have changed your school to one of the high schools nearby you, or any high schools far away from your home. But when you reach there, when your online class was going on, you didn't have, when your online class is on the way, you don't have the chance to talk to your friends. But now you are inside the class. At least once in a week or twice in a week or thrice in a week, maybe in some schools, in every day, the 8th standard students can come and study directly from the school. And you have acquainted with so many new friends. Maybe you have asked their names, isn't it? What is your name? എന്താണ് നിന്റെ പേര് എന്നായിരിക്കും ആദ്യം ചോദിച്ചിരിക്കുക, അല്ലേ? In English, what is your name? ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് ഇംഗ്ലീഷിലുള്ള വിശദീകരണം കൂടി ഓർത്തിരിക്കുക. എ സെൻറ്റൻസ് ബൈ വിച്ച് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഈസ് നോൺ ആസ് ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ്. One example I have given you, and the second example I just told you. We can form interrogative sentences in 2 ways. Interrogative sentences രണ്ടു തരത്തിൽ നമുക്ക് നിർമ്മിക്കാം. First one, by using WH questions. By using WH question words. WH question word വെച്ച് നമുക്ക് ഉപയോഗിക്കാം. Such as what, who, where, whom, whose, which, when, how, why, how many, how far, how much, etc. And second one is by using auxiliary verbs or helping verbs, such as am, is, are, was, were, has, have, had, do, or do, does, did, will, shall, would, should, may, can, could, ought, etc. I've discussed it in the earlier class, last year's class, in detail about those helping verbs and all those things. Those who haven't remembered that, please go back and watch that videos. I've created a separate playlist for Smart English inside our Premier School YouTube channel. You can watch all the English classes in that particular playlist. One example I've given you there, where do you live?
First one is, where do you live? It's related with WH question, example. So next is am, is, are, was, where, has, have, had, do or does, did, will, you, shall. You can ask so many questions related with that. In the second interrogative sentence, there is a question related with could you tell me your name, please? You just watch that in the slide, and that is also can be an example for auxiliary verb questions. And try to avoid the overuse of WH word questions. WH words questions can be avoided for the formation of questions. For the formation of questions, the English people don't use this kind of WH questions much more. Use instead auxiliary verbs. They will use auxiliary verb questions as it would reveal a better proficiency in English. If you have the better proficiency in English, you will use that auxiliary verb questions. So please do remember that don't use much WH questions. As you are in the 8th standard, you maybe you're not be able to do it much more, but try to practice it and try to make as many questions as possible using the auxiliary verbs. Try to form as many as questions using the auxiliary verbs. So we are just continuing. Third type of sentence is imperative sentence. The sentence which expresses commands, requests, and entreaties. You should try to complete your assignment in time. In the end of this class, also giving you some assignments. And you should try to complete your assignments in time. Ningalde assignmentugal samayathu തീർക്കേണ്ടതുണ്ട്. Have mercy upon us. ഞങ്ങളോട് കരുണ കാണിക്കണമേ. Be quiet. ടീച്ചർ വന്ന് പറയില്ലേ, be quiet. എന്താണ്? ശാന്തമായിരിക്കുക. Fourth one is optative type of sentence. The sentence which expresses a wish or prayer is known as optative sentence. അപ്പോൾ ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഒക്കെ പറയുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ്. ചിലപ്പോഴെങ്കിലുമൊക്കെ ആ ഒപ്റ്റേറ്റീവ് സെൻറ്റൻസുകൾ പല ഗ്രാമർ ബുക്കുകളിലും നിങ്ങൾ കണ്ടില്ലെന്ന് വന്നേക്കാം. ഇത്രയേ ഉള്ളൂ. ആഗ്രഹം, പ്രാർത്ഥന മുതലായവ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ടൈപ്പുകളെയാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. മേ യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നിനക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ. നിങ്ങൾക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കട്ടെ. ഫിഫ്ത്ത് വൺ ഇസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. The sentence which expresses a sudden feeling or emotion is known as exclamatory sentence. അപ്പോൾ exclamatory sentence എന്ന് പറഞ്ഞാൽ the sentence which expresses a sudden feeling or emotion is known as an exclamatory sentence. അപ്പോൾ സഡൻ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ, വികാരപരമായ എന്തെങ്കിലും ഒരു പ്രത്യേകത ഒക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ടൈപ്പിനെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത്ഭുതം, അതിശയം മുതലായവ സൂചിപ്പിക്കുന്നതിനാണ്. അതിന് നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾ കാണുമ്പോൾ കാണാം. There is an exclamation mark followed by this type of sentence. What a striking beauty! How very cold the night is! What a shame! Exclamation mark is followed in this sentence type. അപ്പോൾ ഇതുവരെ നമ്മൾ 5 ടൈപ്പുകളും കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഇതുവരെയും അത് പൂർണ്ണമായി മനസ്സിലാകാത്തവർ വീഡിയോ ഒന്നുകൂടി പുറകോട്ട് പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പ്രീമിയർ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. യു ക്യാൻ വാട്സപ്പ് മീ. അതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നാം ഇതുവരെ പഠിച്ചത് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസിനെ ഇംഗ്ലീഷിൽ കോമൺ ആയി തിരിച്ചിരിക്കുന്ന ടൈപ്പുകളെക്കുറിച്ചാണ് 5 എണ്ണം പഠിച്ചത്. ഇനി വളരെ വ്യത്യസ്തമായി സ്ട്രക്ചർ ബേസ് ചെയ്ത് ഇംഗ്ലീഷിൽ സെൻറ്റൻസിനെ തിരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. Kinds of sentences on the basis of the structure of the sentence. First one is simple sentence.
A sentence which has only one subject and one predicate or one verb is known as a simple sentence. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും മാത്രമേ ഉള്ളെങ്കിൽ, ഒരു സബ്ജക്റ്റ്, ഒരു പ്രെഡിക്കേറ്റ്, ഒരു വെർബ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നാം വിളിക്കുന്ന പേരാണ് സിമ്പിൾ സെൻറ്റൻസ്. A sentence which is only one subject, one predicate and one verb. It can be called a simple sentence. Examples are there. William speaks German quite well. Williams speaks German quite well. Subject is Williams. Predicate is speaks German quite well. Second type is compound sentence. A sentence which is made up of two or more coordinating clauses is known as compound sentence. അതായത് ഒരു സെൻറ്റൻസിൽ രണ്ടോ അതിലധികമോ ആയ കോഓർഡിനേറ്റ് ചെയ്യുന്ന ക്ലോസുകൾ ഉണ്ടെങ്കിൽ അതിനെ നാം കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് വിളിക്കും. എക്സാമ്പിൾസ് ആണ് compound sentence is the next one. A sentence which is made up of two or more coordinating clauses is known as compound sentence. Example is there. Maria is very clever but lazy. This sentence has two parts or clauses. Maria is very clever. Maria is lazy. Each of the above clauses is fully independent and can stand by itself. Both are of the same rank or status. Such clauses are called coordinating clauses. മുമ്പേ കണ്ട ആ ഒരു സെൻറ്റൻസിലെ ആ ഒരു ക്ലോസുകളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്, അതിന് തന്നെത്താനെ നിൽക്കാം. പക്ഷേ both are of the same rank or status. Such clauses are called coordinating clauses. അതിനെ നാം coordinating clauses എന്നാണ് വിളിക്കുന്നത്. Third one, complex sentence. A sentence which is made up of one main or principal clause and one or more subordinating clauses is known as a complex sentence. ഒരു പ്രിൻസിപ്പൽ ക്ലോസും അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആയ സബോർഡിനേറ്റ് ക്ലോസുകളും കൂടി ഉണ്ടാക്കുന്ന സെൻറ്റൻസുകളെയാണ് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എന്ന് വിളിക്കുന്നത്. This is the man who met with an accident recently. The above sentence has two parts. I have written there directly. Principal or main clauses. This is the man. It can be called as group A. Second type is subordinate clause. Who met with an accident recently? It can be called as group B. The clause under group A, that is principal or main clause, makes sense by itself and is totally independent. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സെൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു അർത്ഥം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അത് തന്നെത്താനെ നിൽക്കാനും പറ്റും. അതിന് അതായത് ദിസ് ഈസ് ദ മാൻ എന്ന് എഴുതിയാൽ അത് തന്നെത്താനെ അവിടെ നിൽക്കും, അതിന് ഒരു അർത്ഥപൂർണ്ണതയുണ്ട്. ദ സബോർഡിനേറ്റ് ക്ലോസ് അണ്ടർ ഗ്രൂപ്പ് ബി, അതായത് സബോർഡിനേറ്റ് ക്ലോസ് ഹൂ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് റീസെൻ്റ്ലി ഡസ് നോട്ട് മേക്ക് സെൻസ് ബൈ ഇറ്റ് സെൽഫ്. അത് തന്നെ ഒരു സെൻറ്റൻസിൽ എഴുതി വെച്ചാൽ, ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ അതിനർത്ഥം പൂർത്തിയാകുന്നില്ല. ആൻഡ് ഇസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ് ആയ ഗ്രൂപ്പ് എയിലെ ദിസ് ഈസ് ദ മാനും അതിൻ്റെ കൂടെ ഈ ഗ്രൂപ്പ് ബിയിലെ സബോർഡിനേറ്റ് ക്ലോസും കൂടെ വന്നാലേ എന്ത് സംഭവിക്കുകയുള്ളൂ? അത് ഒന്നിച്ച് നിന്നാലേ അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. അതാണ് ആ ഒരു വ്യത്യാസം. അതായത് മുമ്പേ പറഞ്ഞ കോംപ്ലക്സ് സെൻറ്റൻസുകളിലുള്ള സ്ട്രക്ചറിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് അവിടെ സൂചിപ്പിച്ചത്. സെർട്ടൻ ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഇത്തരം ടേമുകൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് എഴുതിയെടുത്ത് ഒന്ന് വായിച്ച് പഠിക്കുക. എ ഫ്രേസ്, ഒന്നാമത്തത് ഫ്രേസാണ്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് സെൻസ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ഇസ് ടോട്ടലി ഇൻഡിപെൻഡൻറ്റ്, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് എ പ്രിൻസിപ്പൽ ക്ലോസ്. അപ്പോൾ ഫ്രേസുകൾ നിങ്ങൾക്ക് ഈ വർഷം 8ാം ക്ലാസ്സിൽ ഫ്രേസുകളൊക്കെ ചേർക്കാനായിട്ട് ഉണ്ട്. ഇൻ മൈ വ്യൂ ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. Second type is clause.
a group of words which forms a part of sentence and contains a subject and a predicate is known as a clause. അപ്പോൾ ക്ലോസ് എന്താണ് എന്നുള്ള സംശയം ആളുകൾക്ക് കണ്ടേക്കാം. അതെന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഇതും കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, വേർഡുകളുടെ, വാക്കുകളുടെ ഒരു കൂട്ടമാണ്. which forms a part of a sentence. ഒരു സെൻറ്റൻസിൻ്റെ പാർട്ടാണത്. ആൻഡ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ്, അതിനൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു കർത്താവുണ്ട്. ആൻഡ് എ പ്രെഡിക്കേറ്റ് ഉണ്ട്, ആഖ്യയും ആഖ്യാതവും എന്ന് പറയും. ഓക്കെ, ഈസ് നോൺ ആസ് എ ക്ലോസ്, അതിനെ നമ്മൾ ക്ലോസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വി കനോട്ട് സ്റ്റാർട്ട് ദ മാച്ച് വൈൽ ഇറ്റ് ഈസ് റെയിനിങ്. വി കനോട്ട് സ്റ്റാർട്ട് ദ മാച്ച് വൈൽ ഇറ്റ് ഈസ് റെയിനിങ്. അതായത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കളിക്കാൻ സാധിക്കുകയില്ല. അണ്ടർലൈൻ ചെയ്ത് ഞാൻ കൊടുത്തിരിക്കുന്ന പാർട്ടുകളും എല്ലാം എന്താണ്? ക്ലോസ് ബേസ് ആണ്, അതല്ലേ? ക്ലോസ് ആണ്, ക്ലോസ് എന്ന് പറയും. ആ ക്ലോസിൻ്റെ പ്രത്യേകത എന്താണ്? സബ്ജക്റ്റും ഉണ്ടാകും, പ്രെഡിക്കേറ്റും ഉണ്ടാകും, ആഖ്യയും ഉണ്ടാകും, ആഖ്യാതവും ഉണ്ടാകും. ഓക്കെ, അതിനെ നമ്മളൊരു ക്ലോസ് എന്ന് വിളിക്കും. വി കനോട്ട് സ്റ്റാർട്ട് ദ മാച്ച്, ഇറ്റ് ഈസ് റെയിനിങ്. അവിടെയെല്ലാം അത് ഫോളോ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് സി, പ്രിൻസിപ്പൽ ക്ലോസ്. ദ ക്ലോസ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൺ വിച്ച് അതർ ക്ലോസസ് ഡിപ്പെൻഡ് ഇസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഓർ മെയിൻ ക്ലോസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഓർ മെയിൻ ക്ലോസ്. ദിസ് ഈസ് ദ വില്ലേജ് വേർ ഐ വാസ് ബോൺ. ഈ വില്ലേജിലാണ് ഞാൻ ജനിച്ചത്. ദിസ് ഈസ് ദ വില്ലേജ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കും. എന്തുകൊണ്ട്? ദ ക്ലോസ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ്, ആ ക്ലോസ് എന്താണ്? തനിയെ നിൽക്കും, തനിയെ അത് നിൽക്കും. ഓൺ വിച്ച് അതർ ക്ലോസസ് ഡിപ്പെൻഡ് ഇസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഓർ മെയിൻ ക്ലോസ്. അതായത് മറ്റു ക്ലോസുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തേ നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കും. നെക്സ്റ്റ് ഇസ് സബോർഡിനേറ്റ് ക്ലോസ്, ഡി. Subordinate clause, a clause which depends on the principal clause and does not make sense by itself, known as subordinate. അതായത് ഒരു പ്രിൻസിപ്പൽ ക്ലോസിനോട് ഒന്നിച്ചു ചേർന്ന് മാത്രമേ നിൽക്കുകയുള്ളൂ, തനിയെ അതിന് നിലനിൽപ്പില്ല. അതിനെയാണ് നാം അങ്ങനെ വിളിക്കുന്നത്. വേർ ഐ വാസ് ബോൺ ഇൻ ദ അബവ് സെൻറ്റൻസ് ഇസ് ദ സബോർഡിനേറ്റ് ക്ലോസ്. നെക്സ്റ്റ് ഈസ് കോഓർഡിനേറ്റ് ക്ലോസ്. ക്ലോസസ് ഓഫ് ദ സെയിം റാങ്ക് ഓർ സ്റ്റാറ്റസ് ആർ നോൺ ആസ് കോഓർഡിനേറ്റ് ക്ലോസുകൾ. അതായത് സെയിം ആയിട്ടുള്ള സ്റ്റാറ്റസ് ഉള്ള ക്ലോസുകളായിരിക്കും. അതിനെയാണ് നാം കോർഡിനേറ്റ് ക്ലോസസ് എന്ന് വിളിക്കുന്നത്. ദ ഓഡിയൻസ് ലിസൺഡ് അറ്റൻറ്റീവ്ലി വൈൽ ദ ചീഫ് ഗസ്റ്റ് സ്പോക്ക്. അവിടെ അതെല്ലാം കോർഡിനേറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ക്ലോസസ് ഓഫ് ദ സെയിം റാങ്ക് ആണത്. ഓർ സ്റ്റാറ്റസ് ആർ നോൺ ആസ് കോഓർഡിനേറ്റ് ക്ലോസസ്. ഇറ്റ് ഇസ് കോറിലേറ്റഡ്. സബ്ജക്റ്റ് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ്. സബ്ജക്റ്റ് ഓഫ് ആൻ ഇംഗ്ലീഷ് വെർബ് ഈസ് ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ. അതായത് എന്ത് പ്രവൃത്തി ചെയ്യുന്നയാൾ, അയാളെയാണ് നാം സബ്ജക്റ്റ്, കർത്താവ് എന്ന് വിളിക്കുന്നത്. സബ്ജക്റ്റ് പെർഫോംസ് ദ ആക്ഷൻ ഡിനോട്ടഡ് ബൈ ദ വെർബ്. Janet visited Tom. Subject is Janet. Hazel walks, tree weeps, the thief escaped, the elephant trumpets, etc. See how the verbs are related to the subject. The relation between a verb and subject is the relation between the action and its performer. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നയാളും അയാളുടെ പ്രവൃത്തിയും തമ്മിൽ കോറിലേറ്റഡ് ആണ്. ഇറ്റ്സ് കോറിലേറ്റഡ്. സോ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് വെർബ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നാം ടെൻസുകൾ കണ്ടുപിടിക്കുകയും ഗ്രാമറിൻ്റെ ഉത്തരങ്ങൾ എഴുതുകയും ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റ്. Look at the sentence. Luke loves the pool. The word pool receives the action done by the verb love. Thus we may say that pool is the subject of the verb loves. Object is a word or group of words which receives the action expressed by the verb. There are two types of objects, direct object and indirect object. Look at the sentence. Luke loves the pool. The word pool receives the action done by the verb love. Thus, we may say that pool is the object of the verb loves. Object is a word or a group of words which receives the action expressed by the verb. There are two types of objects, direct object and indirect object. But direct object ഉണ്ട്, indirect object ഉണ്ട്. അതായത് സബ്ജക്റ്റ് കർത്താവ്, വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം. ഇംഗ്ലീഷിൽ കർത്താവ്, ക്രിയ, കർമ്മം എന്ന രീതിയിലാണ് അർത്ഥം. കർത്താവ്, ക്രിയ, കർമ്മമാണ് അതിൻ്റെ പദക്രമം. ഞാൻ പഠിപ്പിച്ചതാണ് കഴിഞ്ഞ കൊല്ലം.
സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷിലെ ബേസിക് സെൻറ്റൻസ് പാറ്റേൺ. ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ആദ്യത്തെ ഒരു പോയിന്റ് നാം ഈ വർഷം പഠിക്കുന്നത്. ഇറ്റ് ഈസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് റിസീവ്സ് ദ ആക്ഷൻ എക്സ്പ്രസ്ഡ് ബൈ ദ വെർബ്. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ആക്ഷൻ പെർഫോംഡ് ബൈ ദ വെർബ്. ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ വാട്ട്. അതായത് ഡിറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് വെർബിനോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. വെർബിനോട് നാം ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അവിടെ നമുക്കുള്ളത്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അടുത്തത്. ഇറ്റ് ഈസ് എ നൗൺ ഓർ പ്രൊനൗൺ ദാറ്റ് എൻജോയ്സ് ദ റിസൾട്ട് ഓഫ് ദ ആക്ഷൻ പെർഫോംഡ് ബൈ ദ വെർബ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഹൂ ഓർ ഹും. ആര്, എന്ത് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് നമ്മളോട് ആൻസർ ചെയ്യും. ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്, സബ്ജക്റ്റ്. ബേർഡ്സ് ബിൽഡ് എന്ന് പറഞ്ഞത് വെർബ്, നെസ്റ്റ് എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റ്. ടീച്ചർ ഗേവ് മീ എ ഗിഫ്റ്റ്, സബ്ജക്റ്റ്. ടീച്ചർ ഗേവ് വെർബ്, മീ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, എ ഗിഫ്റ്റ് ഡിറക്റ്റ് ഒബ്ജക്റ്റ്. ടീച്ചർ ഗേവ് വാട്ട്, എ ഗിഫ്റ്റ് ഡിറക്റ്റ് ഒബ്ജക്റ്റ്. ടീച്ചർ ഗേവ് ഹും, മീ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ബട്ട് ഓൾ ഇംഗ്ലീഷ് വെർബ്സ് കനോട്ട് ടേക്ക് ഒബ്ജക്റ്റ്. എല്ലാ ഇംഗ്ലീഷ് വെർബുകളും ഒബ്ജക്റ്റുകൾ ടേക്ക് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. ദസ് വെർബ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ 2 ഹെഡ്സ്. അതുകൊണ്ട് വെർബുകളെ നമ്മൾ 2 ഹെഡിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രാൻസിറ്റീവ് വെർബ്സ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്. സകർമ്മക ക്രിയ ട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയ. ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞാൽ സകർമ്മക ക്രിയ, കർമ്മത്തെ സ്വീകരിക്കുന്ന ക്രിയ. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയ, കർമ്മത്തെ സ്വീകരിക്കാത്ത ക്രിയ. ട്രാൻസിറ്റീവ് വെർബ്സ് ആർ വെർബ്സ് ദാറ്റ് ടേക്ക് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ടേക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ടേക്ക് ചെയ്യുന്നതാണ് ആ വെർബുകൾ. ഇൻട്രാൻസിറ്റീവ് വെർബ്സ് ആർ വെർബ്സ് ദാറ്റ് ഡു നോട്ട് ടേക്ക് ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ ടേക്ക് ചെയ്യാത്തതാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. എൽസ ഈറ്റ്സ് എ ഹാംബർഗർ. ഈറ്റ്സ് is used transitively and the object is hamburger. Birds fly in the sky. This indirect object. Birds fly in the sky. Fly is used intransitively. The verb takes no object. അപ്പോൾ birds fly in the sky എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരു ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ വെർബ് ഒബ്ജക്റ്റിനെ സ്വീകരിക്കുന്നില്ല. The birds fly what? No answer. Birds fly in the sky. Birds subject ആണ്, fly verb ആണ്, in the sky adverbial phrase of place. English sentences are usually framed in 2 patterns. അപ്പോൾ ഇംഗ്ലീഷിലെ സെൻറ്റൻസുകൾ 2 പാറ്റേണിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. പ്രധാനമായും മറ്റു പാറ്റേണുകളുണ്ട്, അത് 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കും. പക്ഷേ ഇപ്പോൾ തൽക്കാലം പ്രീമിയർ സ്കൂളുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങിൽ ഈ ഒരു 2 പാറ്റേൺ നമുക്ക് പ്രധാനപ്പെട്ടതായി നമുക്ക് ഓർത്തിരിക്കാം. ഒന്ന് SVO, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് പാറ്റേൺ. നെക്സ്റ്റ് OVS, ഒബ്ജക്റ്റ് വെർബ് സബ്ജക്റ്റ് പാറ്റേൺ. The verb SVO pattern is active and the verb is OVS pattern is passive. പാസീവ് വോയിസ് പഠിക്കുമ്പോഴാണ് ഒബ്ജക്റ്റ് വെർബ് സബ്ജക്റ്റ് പാറ്റേണും മറ്റ് 12 ടെൻസുകൾ ഞാൻ കഴിഞ്ഞ വർഷം അത് എടുത്തിരുന്നു. അത് പഠിക്കുമ്പോൾ SVO പാറ്റേണുമാണ് ഉപയോഗിക്കുന്നത്. Then practice frame as many sentences as possible. Take care to use verbs that take objects and do not take objects. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Take care to use verbs that take objects and do not take objects. ഒബ്ജക്റ്റുകൾ സ്വീകരിക്കുന്ന വെർബുകളെയും അല്ലാത്ത വെർബുകളെയും ഒക്കെ എഴുതി ഉണ്ടാക്കി ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുക. ഫ്രെയിം ആസ് മെനി സെൻറ്റൻസസ് ആസ് പോസിബിൾ. സാധിക്കുന്നിടത്തോളം ഈ ടൈപ്പ് സെൻറ്റൻസുകളെല്ലാം ഒന്ന് ചെയ്തു നോക്കുക. ഇറ്റ്സ് യുവർ വർക്ക്. 2 വർക്കുകളാണുള്ളത്. ടേക്ക് കെയർ ടു യൂസ് വെബ്സ് ദാറ്റ് ടേക്സ് ഒബ്ജക്ട്സ് ആൻഡ് ഡു നോട്ട് ടേക്ക് ഒബ്ജക്ട്സ്. അതായത് മുമ്പേ പറഞ്ഞതാണ്, നിങ്ങൾ പരമാവധി സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. വെർബുകൾ ഒബ്ജക്റ്റ് എടുക്കുന്നതും ഒബ്ജക്റ്റ് എടുക്കാത്തതുമായ വെർബുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച സെൻറ്റൻസ് പാറ്റേണുകളിലെ പല സെൻറ്റൻസ് പാറ്റേണുകളിലുള്ള സെൻറ്റൻസുകൾ നോട്ട്ബുക്കിലൊന്ന് കുറിച്ച് വെക്കാനും നിങ്ങളുടെ കോർഡിനേറ്റർമാർക്ക് അയച്ചു കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. എൻ്റെ ഫോൺ നമ്പർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലുള്ളത്. And thank you. See you in the next class. I hope that you have enjoyed today's English
class, and hope to meet you soon in the next class. Till then, good luck and goodbye. Stay safe, as we are on the pandemic and the pandemic is not yet gone. We have to live with it and take care of yourself. Use mask and proper sanitize your hands or wash your hands. Wash your clothes while you reach back from school, and be safe, and let others be safe. Thank you very much for your kind cooperation with Premier School training programs. Please give suggestions and give your valuable feedback to Premier School training program. If you have any doubts, please do contact me in my mobile number. Thank you very much. See you again in the next class. Till then, good luck and goodbye.